ഹലോ, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസുമതിയുടെ അരിയാണ്. ഇത് 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഒരു 2-3 വട്ടം കഴുകിയതിന് ശേഷം ഇത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അരമണിക്കൂറാണ് ഇവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരി കഴുകി വാരി മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാളയാണ്. സവാള ഇപ്പം 2 മീഡിയം സൈസിലുള്ള സവാള ഇവിടെ എടുത്തേക്കുന്നത്. ഇത് കനം കുറച്ചിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം സവാള ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സവാള അരിയുമ്പോഴത്തേക്കും എല്ലാം ഏകദേശം ഒരേ തിക്നെസ്സിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഒരു ബ്രൗൺ നിറം വരുമ്പോഴത്തേക്ക് തന്നെ തീ ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം ഈ ഒരു കളറിൽ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. കുറച്ച് നേരം പുറത്തിരിക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് ബ്രൗൺ നിറമാകും. അതുമാത്രമല്ല നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. നമ്മൾ ഇത്രയും ബ്രൗൺ നിറം ആയതിനു ശേഷം പിന്നെയും വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ ഏകദേശം 1 കിലോയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയോടുള്ള മിക്സാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ സവാള വറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന എണ്ണയിൽ കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർക്കുമ്പോൾ തന്നെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിരുന്നു. അപ്പോൾ ഉപ്പിട്ടത് ഷോട്ട് എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ആ സമയത്ത് നമുക്ക് ചിക്കനിൽ ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് 1 പിടി കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കിസ്മിസ് നമ്മളിങ്ങനെ സവാളയുടെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സവാളയിൽ ഈ കിസ്മിസ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കിടന്ന് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അതിനുശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മസാലകളൊക്കെ പൊടിച്ച് വെച്ച ആ ഒരു മിക്സും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നമ്മളിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്ത് വെക്കുവാണ്. അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ കുക്കറിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വന്നാൽ മതി. ചിക്കൻ 3/4 വേവ് ആയതിനു ശേഷം നമ്മൾ ബിരിയാണിയിൽ ദം ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി വേവും കൂടെ ആയിക്കോളും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ബിരിയാണിയിൽ കുറച്ചൊരു ഗ്രേവി പോലെ നിൽക്കുവാണെങ്കിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം ചിക്കൻ വെന്തോന്നറിയാൻ വേണ്ടി നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ ഇവിടെ 3/4 വേവായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്ക് ചിക്കൻ വെന്തോളും. ഇവിടെ കണ്ട നല്ല ഗ്രേവി ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ വേവുന്ന ആ ഒരു സമയത്ത് തന്നെ അരി വേവിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കലത്തിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ബേ ലീഫും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പുവും ഏലക്കയും അതുപോലെ കറുവാപ്പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും അതുപോലെ തന്നെ നേരത്തെ എടുത്തു വെച്ച സവാള വറുത്തതിൻ്റെ എണ്ണയും കുറച്ച് സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അരിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുമാത്രമല്ല അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇരുന്നോളും. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരിയുടെ വേവ് നമ്മൾ ബിരിയാണിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അരി വെന്തോന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം. അരി ഒരു 3/4 വേവായതിനു ശേഷം നമ്മൾ ഉടനെ തന്നെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ദം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു കലത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. ആദ്യം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നെയ്യ് ആ ഒരു പാത്രത്തിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം ബിരിയാണി ദം ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എങ്ങനെയാണ് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 3 ലെയറായിട്ടാണ് ഇതിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അടിയിലത്തെ ലെയറിൽ ബിരിയാണിയുടെ അരി വേവിച്ചതും, തൊട്ടടുത്ത ലെയറിൽ ചിക്കൻ വേവിച്ചതും, അതിനുശേഷം സവാള വറുത്തതും, അങ്ങനെ 3 ലെയറായിട്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറിൽ നമ്മൾ ബിരിയാണിയുടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഗ്രേവിയോട് കൂടി വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്രേവി നമ്മുടെ അരിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ സവാള വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബിരിയാണിയുടെ അരിയും ചിക്കനും സവാളയും ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഏറ്റവും അവസാനം സവാള ഇടുന്നതിന് മുമ്പായിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. നെയ്യുടെ നല്ലൊരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ബിരിയാണിക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് പാലിൽ കുങ്കുമപ്പൂ ചേർക്കുന്നതാണ്. അപ്പോൾ കുങ്കുമപ്പൂവിന് ഒരുപാട് വിലയുള്ളതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ റോസാപ്പൂ ഉണക്കി പൊടിച്ചതാണ്. റോസാപ്പൂ ഉണക്കി പൊടിച്ചത് വളരെ നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ ബിരിയാണിക്ക്. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലായിട്ട് സവാള വറുത്തതിൻ്റെ ബാക്കിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മളിതെങ്ങനെ ദം ചെയ്യാമെന്ന് വെച്ചാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം ഇത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. അടപ്പിന് മുകളിൽ നല്ലൊരു വെയിറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അങ്ങനെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. അതിനുശേഷം വീണ്ടും ഒരു അരമണിക്കൂറും കൂടെ ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കണം. 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇങ്ങനെ ദം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം പല മെത്തേഡിൽ നിങ്ങൾ ബിരിയാണി ചിലപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. ചില ആൾക്കാർ നല്ല പാടുള്ള പണിയാണെന്ന് പറഞ്ഞ് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാർ കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി വീട്ടിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അത്ര നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ബിരിയാണിയെക്കാട്ടിലും വളരെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്കുള്ളത്. ബിരിയാണി എപ്പോഴും നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മല്ലിയില, പുതിനയില അതിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.